ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വർക്കല ബീച്ചിന്റെ വിശേഷങ്ങളായിട്ടാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഞങ്ങൾ വർക്കലയിലായിരുന്നു ഇന്ന്. അപ്പോൾ വർക്കല ബീച്ചിൽ പോയ വീഡിയോസും വർക്കല ക്ലിഫിന്റെ വീഡിയോസും ഒക്കെ ഷെയർ ആക്കാമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പൊ ഞാൻ ഷെയർ ആക്കുന്നത് വർക്കല ബീച്ച് മാത്രമാണ് കേട്ടോ. ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് വർക്കല ക്ലിഫിലാണ്. ഇവിടെയാണ് കാർ പാർക്കിംഗ് വരുന്നത്. ഇവിടെ പാർക്ക് ചെയ്ത ശേഷം താഴേക്ക് നടക്കുമ്പോഴാണ് വർക്കല ബീച്ച് കാണുന്നത്. വർക്കല ക്ലിഫിൽ നിന്ന് തന്നെ നല്ലൊരു ബീച്ച് വ്യൂ ഉണ്ട് കേട്ടോ. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗമായ അറബിക്കടലിനോട് ചേർന്നാണ് ഈ ബീച്ച് ഉള്ളത്. തെക്കൻ കേരളത്തിൽ അറബിക്കടലിനോട് ചേർന്ന് പാറക്കെട്ടുകൾ കാണപ്പെടുന്ന ഏക ഒരു സ്ഥലമാണ് ഈ വർക്കല ബീച്ച്. ഈ ഒരു പ്രത്യേകതയാണ് വർക്കല ബീച്ചിനുള്ളത്. കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ ബോട്ടിംഗ് ചെയ്ത ശേഷം നേരെ പോയത് റെസ്റ്റോറന്റിലേക്കായിരുന്നു. അപ്പോൾ റെസ്റ്റോറന്റിൽ നിന്ന് ഉച്ചയ്ക്കത്തെ ലഞ്ചൊക്കെ കഴിച്ച് റിലാക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഞങ്ങൾ ഈ വർക്കല ബീച്ചിലേക്ക് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഒരു ഈവനിങ് 4 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇവിടെ എത്തുമ്പോഴേക്കും 4 മണിയായപ്പോൾ ഉള്ള വ്യൂ ആണ് ഈ കാണുന്നത്. വർക്കല ക്ലിഫിൽ നിന്നുള്ള ഒരു ബീച്ച് വ്യൂ ആണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ അത് വളരെ ഭംഗിയുള്ളതാണ്. നമുക്ക് ഒത്തിരി ആസ്വദിക്കാൻ പറ്റും ക്ലിഫിൽ നിന്നുള്ള ഒരു ബീച്ച് വ്യൂ. അങ്ങനെ ഞങ്ങൾ ക്ലിഫിൽ നിന്നും താഴേക്ക് നടന്ന് ബീച്ചിന്റെ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ എല്ലാ ഭാഗത്തും പട്ടിയുടെ ശല്യം ഉണ്ട് കേട്ടോ. ഈ ഒരു ബീച്ചിലും പട്ടിയുടെ ശല്യം നന്നായിട്ട് തോന്നിയായിരുന്നു. വർക്കല ബീച്ച് അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു ബീച്ചാണ്. പ്രത്യേകിച്ച് വിദേശികളെ മെയിനായിട്ട് അട്രാക്ട് ചെയ്യുന്ന ഒരു ബീച്ചാണ് വർക്കല ബീച്ച്. ഈ ഒരു ബീച്ചിലേക്ക് നടക്കുന്ന വഴിയിൽ ഒരുപാട് റെസ്റ്റോറൻറ്റ്സും അതുപോലെ തന്നെ ഒരുപാട് ഷോപ്പുകളും ഉണ്ട്. വിദേശികളെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഷോപ്പുകളാണ് കൂടുതലും കാണുന്നത്. പ്രകൃതിദത്ത നീരുറവകൾക്ക് പേര് കേട്ടതാണ് ഈ വർക്കല ബീച്ച്. പാറക്കെട്ടുകളിൽ നിന്നുള്ള പ്രകൃതിദത്ത നീരുറവകളാണ് ഈ കാണുന്നതെല്ലാം. ഇതിന് വളരെ ഔഷധ ഗുണങ്ങളുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ കാപ്പിൽ ബീച്ചിൽ കണ്ട പോലെ അത്ര റെസ്ട്രിക്ഷൻസ് ഒന്നും ഈ ഒരു ബീച്ചിൽ കണ്ടില്ലായിരുന്നു കേട്ടോ. ഒരുവിധം ആളുകളൊക്കെ ഈ വർക്കല ബീച്ചിൽ ഇറങ്ങുന്നുണ്ടായിരുന്നു. കടൽ തീരത്തെ അഭിമുഖീകരിക്കുന്ന ഈ ഒരു മലഞ്ചെരിവ് നിറയെ പച്ചപ്പ് നിറഞ്ഞതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് കാണാൻ അത്രത്തോളം ഭംഗിയാണ് കേട്ടോ. ആ അസ്തമയ സമയത്ത് ആകാശം നല്ല ചുവപ്പ് നിറവും നീലക്കടലും അതുപോലെ പച്ച മലഞ്ചെരിവും കാണാൻ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. ആ ഒരു സമയത്തുള്ള വിഷ്വൽസ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര ഭംഗിയാണ് കേട്ടോ. ഈ ഒരു ഒറ്റ ഫ്രെയിമിൽ ആ ഒരു 3 സംഭവങ്ങൾ കൂടി വരുമ്പോഴേക്കും നല്ല അടിപൊളി വിഷ്വൽസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഈ ഒരു നീരുറവയിലെ വെള്ളത്തിന്
ഔഷധ ഗുണമുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്നത് കൊണ്ട് തന്നെ ഇതിനടുത്ത് തന്നെ ഒരു സർക്കാരിന്റെ പ്രകൃതി ചികിത്സാ കേന്ദ്രമുണ്ട്. ബീച്ചിനോട് വളരെ ചേർന്ന് തന്നെയാണ് ഈ കാണുന്ന ജനാർദ്ദന സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ ആറാട്ട് വർഷത്തിൽ 2 തവണ 10 ദിവസങ്ങളിലായാണ് നടക്കുന്നത്. പാപനാശം എന്നതിനർത്ഥം പാപങ്ങൾ കഴുകിക്കളയുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോ ഈ ഒരു വെള്ളത്തിൽ മുങ്ങി കുളിച്ചാൽ ആത്മാവിനെ ശുദ്ധീകരിക്കാൻ കഴിയുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അടുത്ത വീഡിയോയിൽ വർക്കല ക്ലിഫിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.